നമ്മൾ വീണ്ടും ചില ഓണവിശേഷങ്ങളിലേക്ക് കൂടി പോവുകയാണ്. ഓണം എത്തിയെങ്കിലും തിരുവനന്തപുരം ചാലക്കമ്പോളത്തിലെ പൂവിപണി അത്ര സജീവമല്ല എന്നുള്ള റിപ്പോർട്ടുകളാണ് വരുന്നത്. ഉത്രാടമാകുമ്പോഴെങ്കിലും വിപണി സജീവമാകുമെന്ന പ്രതീക്ഷയിലാണ് കച്ചവടക്കാർ. തോവാളയിൽ നിന്നും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ള പൂക്കളിലാണ് കച്ചവടക്കാരുടെ പ്രതീക്ഷ. എസ് ശാലിനി ചേരുന്നുണ്ട് അവിടെ നിന്നും. ശാലിനി, സാധാരണ രീതിയിൽ ഓണം എത്തിയാൽ തിരുവനന്തപുരം ചാലക്കമ്പോളം അങ്ങ് സ്വാഭാവികമായി തന്നെ സജീവമാകേണ്ടതാണ്. പക്ഷേ എന്തുപറ്റി പൂവിപണി അത്ര സജീവമല്ല എന്നുള്ള ചില റിപ്പോർട്ടുകൾ വരുന്നുണ്ടല്ലോ, എന്താണ് കാരണം? രോഹിണി, സ്വാഭാവികമായും അത്തം തെളിഞ്ഞു കഴിഞ്ഞാൽ ചാലക്കമ്പോളത്തിൽ വന്നാൽ ഒരു വാഹനം പാർക്ക് ചെയ്യാൻ പോലും സ്ഥലമില്ലാത്ത അത്ര തിരക്ക് ഉണ്ടാകാറുണ്ട്. അതിൽ പ്രത്യേകിച്ച് ഈ പൂവിപണിയിലാണ് ഏറ്റവും കൂടുതൽ തിരക്ക് വർദ്ധിക്കുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ചാലക്കമ്പോളത്തിലെ കിഴക്കേക്കോട്ടിലെ ചാലക്കമ്പോളത്തിലെ പൂ വിൽപ്പന മേഖലയിലാണ്. ഇവിടെ ലോഡുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷേ കാര്യമായ മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കാര്യമായ രീതിയിലുള്ളൊരു തിരക്ക് നമുക്കിവിടെ കാണാൻ സാധിക്കില്ല. ചെണ്ടുമല്ലിയും ജമന്തിയും റോസാപ്പൂവും ചെത്തിയും മന്ദാരവും ഒക്കെയായി അങ്ങനെ വർണ്ണങ്ങളിലുള്ള പൂക്കൾ എത്തുന്നുണ്ട്. പക്ഷേ കാര്യമായ രീതിയിൽ കച്ചവടമില്ല എന്നുള്ളതാണ് കച്ചവടക്കാർ പലരും പറയുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് അത്തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നമുക്കറിയാം, ഈ രാവിലെയൊക്കെ പല സ്കൂളുകൾ, കോളേജുകൾ, ഒപ്പം തന്നെ സർക്കാർ സ്ഥാപനങ്ങളിലൊക്കെ ഓണാഘോഷങ്ങൾ നടക്കാറുണ്ട്. ബൾക്കായിട്ട് പൂവ് വാങ്ങാൻ വരുന്ന ആളുകളുടെ എണ്ണം നമുക്കിവിടെ നേരത്തെ കാണാൻ കഴിയുമായിരുന്നു. പക്ഷേ ഇന്നിപ്പോൾ ആ കാഴ്ച കുറഞ്ഞിരിക്കുകയാണ്. ആളുകളുടെ എണ്ണം നേരിയ രീതിയിൽ കുറഞ്ഞ് വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഇപ്പോൾ ഈ ചാലക്കമ്പോളത്തിലേക്ക് എത്തുന്നത്. അതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഘടകമായിട്ടുള്ളത് ഈ പല മേഖലകളിലും ഈ പൂവ് കച്ചവടം അല്ലെങ്കിൽ പൂ വിപണി സജീവമായിട്ടുണ്ട്. തിരുവനന്തപുരത്ത് തന്നെ ജില്ലയിലെ പല മേഖലകളിലും ഈ ചെറിയ ചെറിയ കൂട്ടായ സംഘങ്ങൾ പൂക്കച്ചവടവും ഒപ്പം തന്നെ അത് നട്ടുവളർത്തി പരിപാലനവും ഒക്കെ നടത്തി അത് വിപണിയിലേക്ക് എത്തിച്ചിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായും അതൊക്കെ വാങ്ങാനുള്ള ആളുകളുടെ എണ്ണം വർദ്ധിച്ചതോടുകൂടി ഈ കടകളുടെ എണ്ണം കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വരും ദിവസങ്ങളിലെങ്കിലും ആ എണ്ണം വർദ്ധിക്കും എന്നുള്ളൊരു പ്രതീക്ഷ കച്ചവടക്കാർ. രോഹിണി, നമസ്തേ, ഗുഡ് മോർണിംഗ്. ഇവിടെ രോഹിണി അല്ല, ശാലിനി. ഇവിടെ രോഹിണി മാത്രമല്ല, ഞാനും കൂടിയുണ്ട്. ഒരു ചോദ്യമുണ്ട് ശാലിനിയോട്, ഒന്ന് അവരോടൊന്ന് സംസാരിക്കണം. എന്താണിത്? ഞങ്ങൾ ഇവിടെ സംസാരിക്കായിരുന്നു, എന്താണ് സാധാരണഗതിയിൽ ഓണം വന്നു കഴിഞ്ഞാൽ അവിടെ ഇങ്ങനെ തിരക്കേറി ശാലിനി പറഞ്ഞ പോലെ തന്നെ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ഒരു തെരുവാണ് ഇപ്പോൾ കാണിച്ചത്. ചാലയിൽ അതായത് വഴി നടക്കാനാവാത്ത വിധം തിരക്കും ജനക്കൂട്ടവും. കടകളിലെ പൂക്കളുടെ നമ്മുടെ ആ കടയുടെ ക്ലോസപ്പ് കാണിച്ചപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്. പക്ഷേ ഏതൊരു സാധാരണ ദിവസം പോയാലും ഉള്ള അതുപോലെയുള്ള പൂക്കളും ഹാരങ്ങളും മാത്രമാണ് സ്റ്റോക്കായി അവിടെ കാണുന്നത്. 2-3 കാര്യങ്ങൾ, ഒരല്പം കൗതുകം ഇത് എന്തുകൊണ്ടാണ്? കാര്യം പലയിടങ്ങളിലും പൂക്കളങ്ങൾ ഒരുക്കുന്നുണ്ട്. ഓണം ഇങ്ങ് തൊട്ടടുത്തെത്തി. ഈ വിപണി വളരെ സ്ഥലത്തേക്കായിട്ട് ചിതറിപ്പോയതാണോ, അതോ ചാല മാർക്കറ്റ് എന്നുള്ള ആ ഒരു കോൺസെപ്റ്റിന് അതിൻ്റെ പ്രസക്തി എവിടെയെങ്കിലും വെച്ച് നഷ്ടപ്പെടുത്തുമോ? പുതിയ മോളുകളും പുതിയ സൂപ്പർ മാർക്കറ്റുകളും വരുമ്പോൾ. അതുമല്ലെങ്കിൽ പൂവിന് മറ്റ് വിപണികളുണ്ടോ, പൂവിന് മറ്റ് സ്രോതസ്സുകളുണ്ടോ? ശാലിനിക്ക് മനസ്സിലായ കാര്യങ്ങളും ഒന്ന് പറയുമോ? കച്ചവടക്കാർ എന്നുള്ള രീതിയിൽ ഈ ഒരു ഓണക്കാലത്തെ കച്ചവടമൊക്കെ എങ്ങനെയുണ്ട്? കുറവാണോ? വളരെ കുറവായിരുന്നു. നമ്മൾ മുൻവർഷം വരുമ്പോൾ കുറേ ആളുകൾ വരും, കോളേജ്, സ്കൂള് കുട്ടികളൊക്കെ വന്ന് വാങ്ങാറുണ്ട്. ഇത്തവണ അങ്ങനെ ഇല്ല, കാഭാഗമേ ഉള്ളൂ. എന്ത് പറ്റിയതായി? എന്ത് പറ്റിയെന്ന് പറഞ്ഞാൽ നേരത്തെ കോളേജെല്ലാം ഒന്നാതെ പൈസയുടെ ബുദ്ധിമുട്ട് അതെല്ലാം ചേർന്നു. നമുക്ക് ഭയങ്കര നഷ്ടമാണോ ഇത്തവണ? നഷ്ടമാണ്. വല്ലതും ഈ ഓണത്തിനാണ് വല്ലതും നടക്കാനുള്ളത്. അപ്പം അതും അതില്ല. നമ്മളെവിടുന്ന കൂടുതലും പൂളൊക്കെ കൊണ്ടുവരുന്നത്? തോളെന്ന് തന്നെ ഏറ്റവും കൂടുതൽ വന്നു. കൊണ്ടുവന്നിട്ടും കച്ചവടം പോകണില്ല. സ്റ്റാഫുകളുണ്ട്, എല്ലാവരും ഉണ്ട്. കച്ചവടം കുറവാണ്. ഇനിയിപ്പോൾ പ്രതീക്ഷയുണ്ടോ? ഇനി 2 ദിവസമേ ഉള്ളൂ കച്ചവടം. അത് പ്രതീക്ഷ ഇരുന്നോണ്ടിരിക്കുകയാണ്. സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് തിരിച്ചടി ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ പല മേഖലകളിൽ പൂക്കൃഷി തുടങ്ങി മൈക്രോ ആയിട്ടൊക്കെ ചെറിയ ചെറിയ സംഘങ്ങൾ പൂവിപണി സജീവമാക്കി. അതൊക്കെ ആ ലോക്കൽ ഏരിയയിൽ വിറ്റുപോയി. അപ്പോൾ സ്വാഭാവികമായും അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്ന്, തിരുവനന്തപുരം ജില്ലയുടെ പല മേഖലകളിൽ നിന്ന് ചാലയിലെത്തി പൂക്കൾ വാങ്ങുന്ന ആളുകളുണ്ടായിരുന്നു. പക്ഷെ അവരൊക്കെ ഇത്തവണ മറ്റിടങ്ങളിലേക്കൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്ത് ഇവർക്ക് വലിയ രീതിയിലുള്ള തിരിച്ചടി ആയിട്ടുണ്ട്. എന്നാലും നിറയെ വർണ്ണങ്ങളുണ്ട്, പൂക്കളുണ്ട്, ഒക്കെയുണ്ട്. പക്ഷേ അവരുടെ മനസ്സ് സന്തോഷത്തിലല്ല, അവരുടെ മുഖത്ത് ആ സന്തോഷം. തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ മുഖത്ത് അത് വളരെ പ്രകടമായിരുന്നു അല്ലെ, ഒരു ആവേശവും ഒരു സന്തോഷമില്ല. സാധാരണഗതിയിൽ വെറുതെ ഒരു ക്യാമറയും മൈക്കും കണ്ടാൽ പോലും ഒരു പുഞ്ചിരി വരുന്നതാണ്. പക്ഷെ അത് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലായില്ല. ആൾക്കാരുടെ കയ്യിൽ പണമില്ലാത്തതായിരിക്കാം എന്ന് പറയുന്നു. ആ നിരാശയും ഒക്കെ പ്രകടമായിരുന്നു. വളരെ വിഷമം തോന്നുന്ന ഒരു കാര്യമാണ്. നമുക്ക് പെട്ടെന്നൊരു ഇടവേളയിലേക്ക് പോകണം. ഇടവേളയ്ക്ക് ശേഷം ഒരിക്കൽ കൂടി അരുൺ കൊടുങ്ങൂരിലേക്ക് പോകേണ്ടതുണ്ട്. കാര്യം പന്തളം കൊട്ടാരത്തിലെ ശ്രീ പി നാരായണവർമ്മ നമ്മോട് പ്രതികരിച്ചു. അയ്യപ്പ സേവാ സമാജത്തിൻ്റെ അധ്യക്ഷനാണ് അദ്ദേഹം. ഈ സർക്കാർ
സ്പോൺസേർഡ് അയ്യപ്പ ഭക്ത സംഗമം അതിന്റെ ഒരു കാപട്യത്തെക്കുറിച്ച് തന്നെയാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പറഞ്ഞത്.